എന്റെ അമ്മേ. ഒരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി കേട്ടോ. അതെ, ഇവിടെ ഒരു സർപ്രൈസുകളുടെ ലോകമാണ്. പക്ഷെ ഇതിനിടയില് ഇങ്ങനൊരു ബർത്ത്ഡേ ഞാൻ അറിഞ്ഞതേ ഇല്ല. അല്ല എനിക്കൊരു ആകെ ഒരു സംശയം. സാധാരണ ഉള്ള പോലെ അല്ല ഇവിടെ. നമ്മള് സാധാരണ അവിടെ ജഡ്ജ് ചെയ്യാനിരിക്കുമ്പോ റിഹേഴ്സൽ നടക്കുമ്പോൾ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. കുറച്ചു നേരമായിട്ട് ലൈറ്റ് ഇല്ല, ഡിം ലൈറ്റില് പ്രാക്ടീസ്. ഇതിനായിരുന്നു അല്ലേ സിന്ധു ഇതൊക്കെ ചെയ്തത്? എന്താ ഒന്ന് പേടിച്ചു പോയത് പെട്ടെന്ന്. ആ പാട്ടിന് നീ മായല്ലേ മറയല്ലേ തോം തോം തോം. എന്തായാലും എനിഹൗ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബിന്നി, വളരെ സന്തോഷം. സിന്ധു, എന്തായാലും ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കിയതിന് സിന്ധുവിനും ഫ്ലവേഴ്സിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഡാൻസേഴ്സ് നിങ്ങൾ എന്നെ പറ്റിച്ചതിന് നിങ്ങൾക്കും താങ്ക് യു. നല്ല പാട്ട്, നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്താണ്? ഇന്നിപ്പോ ഇവിടത്തെ ഓരോ ദിവസവും ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ടല്ലോ. അന്ന് പറഞ്ഞത് വാക്ക് പാലിക്കുകയാണ്. ഇന്ന് അങ്ങോട്ട് അനുഭവിച്ചോളൂ. താങ്ക് യു ഡാൻസേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു മധു. അപ്പം ഹാപ്പി ബർത്ത്ഡേ ആണ്. എനിക്ക് ദിവ്യയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചതിക്കല്ലേ ശ്രീകുട്ടൻ ചേട്ടാ? അതായത് വേറൊന്നുമല്ല, മധുവിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുമ്പം എന്തായിരിക്കും മധുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് യു? ശ്രീകുട്ടൻ ചേട്ടാ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അപ്പോഴും പാട്ട് തന്നെയാണ്. അപ്പൊ എപ്പോഴും ഹാപ്പിനെസ് വന്നാലും അപ്പൊ എന്തെങ്കിലും ദുഃഖം വന്നാലോ? ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയട്ടെ. ദുഃഖം വന്നാൽ കുറച്ച് ദേഷ്യം കൂടെ ഉണ്ടാവും. ദേഷ്യം വന്നാലോ? വന്നാൽ കൂടി പോയി ഒരു ചവിട്ടി കേട്ടോ അല്ലേ? താൻ പറഞ്ഞു. അതെ, സത്യസന്ധമായിട്ടുള്ള വന്നാൽ എങ്ങനെ പ്രകടിപ്പിക്കുക? ദേഷ്യം വരവ് കുറവാണ്. വന്നാൽ ഒരു ശിവതാണ്ഡവമായിരിക്കും. പക്ഷെ അങ്ങനെ മനുഷ്യരല്ലേ, അങ്ങനെ വരണ്ടേ അല്ലേ നമ്മള്? താണ്ഡവം പെട്ടെന്ന് തീരും. അതെ, വേഗം തണുക്കും. താണ്ഡവം തീരുന്ന വേറൊന്നുമില്ല. എന്നാ തിരിച്ചാണെങ്കിലോ? ദേഷ്യമേ എന്റെ അടുത്ത് ദേഷ്യം ഇല്ല, കാണിക്കാറില്ല. ഞാൻ ദിവ്യയുടെ ദേഷ്യം കാണുന്നത് കുട്ടികളുടെ അടുത്താ. ദിവ്യ എപ്പോഴും എല്ലാവരും പറയും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള്, 24 hours ചിരിയാണ്, എന്താണ് ഈ ചിരിയുടെ രഹസ്യം എന്നൊക്കെ ദിവ്യയോട് ചോദിക്കും. പക്ഷെ എൻ്റെ അടുത്ത് മാത്രം എപ്പോഴും ചിരിക്കാറില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചിരിക്കുന്നത് വളരെ അപൂർവ. ദൈവം പൊറുക്കില്ല. അല്ല, അത് ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെയൊക്കെയാണ്. എപ്പോഴും ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, അവരൊന്നാണല്ലോ, അപ്പം ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെയാണ് ദിവ്യയുടെ ശബ്ദം ഞാൻ കേൾക്കണത്. ഇത്രയും ശബ്ദം ദിവ്യക്ക് ഉണ്ടായിരുന്നോ, ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് ദേഷ്യം തന്നെ ഒരേ ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളത്, ദിവ്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചോദിച്ചൊന്നും മിണ്ടൂല, മുഖം വെറുപ്പിച്ചിരിക്കും. അത് വലിയ കുഴപ്പം. അപ്പൊ നമുക്കാണെങ്കിൽ ആകെ ഇതാവും, എന്താണ് കാരണം, എന്താണ് കാരണം അറിയാനുള്ള ഒരു ആകാംക്ഷ. അതെ, ചിലപ്പോ നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ശരി, എന്തായാലും ആരായിരിക്കും ഒരു കോംപ്രമൈസിൽ വരുന്നത്? അത് മധുവാണോ ആദ്യം വരുന്നത്? ഞാൻ തന്നെയാ. അവിടെ മുഖം വെറുപ്പിച്ചിരിക്കുള്ളൂ. പിന്നെ ഞാൻ പിന്നെ പോയിട്ട് തോണ്ടി എല്ലായിടത്തും അങ്ങനെ.